പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ്. കഥ ഒരുപാട് വൈകിപ്പിച്ചു എന്നറിയാം. എക്സാം എല്ലാമായിരുന്നു. ഇന്നലെ ആയിരുന്നു എക്സാം കഴിഞ്ഞത്. ഇനി മുതൽ ഈ സ്റ്റോറി രാവിലെയും വൈകുന്നേരവും ഉണ്ടാവും. സ്റ്റോറി ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ ഒരുപാട് വായനക്കാര് കുറഞ്ഞിട്ടുണ്ടെന്നറിയാം. സിദ്ധുവും അയാനയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം അഭിമന്യുവാണ് എന്ന് തെറ്റിദ്ധരിച്ച അയാനയെ എന്താണ് സംഭവമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിദ്ധുവിനെ വെച്ചായിരുന്നു സ്റ്റോറി നമ്മൾ നിർത്തിവെച്ചത്. ഇനി തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. പാർട്ട് 37. അവൾ അയാന. ആദ്യമായി നീ അബിയോട് സംസാരിച്ചു കൂട്ടുകൂടിയത് ഓർമ്മയുണ്ടോ? അത് അബി ആയിരുന്നില്ല, ഞാനായിരുന്നു. അവന്റെ പേരിൽ അവന്റെ കാറിൽ വന്നത് ഞാനായിരുന്നു. അത് കേട്ട് അയാന ഞെട്ടലോടെ അവനെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെന്നെ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കേട്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി. നീ നീ എന്തൊക്കെയാ സിദ്ധാർത്ഥ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാന, സത്യമാണ് ഞാൻ പറയുന്നത്. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകും. ഇത്രയും നാളും നീ വിചാരിച്ചതല്ല സത്യമെന്ന്. പെട്ടെന്നൊരു ദിവസം അറിയുമ്പോൾ ഇങ്ങനെയെല്ലാം ആകുമെന്നറിയാം. നിന്നോട് നല്ലൊരു കൂട്ടുകാരൻ ആയിരിക്കുമ്പോഴും ഞാൻ അറിയാതെ പലപ്പോഴും നിങ്ങളുടെ ഇടത്തിലേക്ക് അവൻ വന്നത് ഞാൻ അറിഞ്ഞില്ല എന്നത് സത്യമാണ്. അവന് നിന്നെ ഇഷ്ടമായ കാര്യം ഞാൻ അറിഞ്ഞില്ലെന്ന് മാത്രം. നിന്നോട് പ്രണയം പറഞ്ഞതുപോലും ഞാൻ ആയിരുന്നില്ല. ആ ടൈമിൽ ആക്സിഡന്റ് പറ്റി ഞാൻ കിടപ്പിലായിരുന്നു. ഇടയിൽ സംഭവിച്ചത് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൻ എല്ലാം ഒഴിവാക്കി US പോയതും ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ അന്ന് അങ്ങനെ ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ ഇടയ്ക്കെപ്പോയോ ഒന്ന് കാണാൻ വന്നിരുന്നു. പിന്നെ അവന്റെ വരവും നിന്നിരുന്നു. കാലിന്റെ എല്ല് പൊട്ടിയതായിരുന്നു. അന്ന് ഞാൻ പെയിന്റ് പണിക്ക് പോകുന്ന വീട്ടിൽ കോണിയിൽ നിന്നും പെയിന്റ് അടിക്കുമ്പോൾ കാൽ തെന്നി. ഒരുപാട് ഉയരമില്ലാത്തത് കൊണ്ട് വേറെ ഒന്നും പറ്റിയില്ല. അങ്ങനെ എല്ലാം മാറി നിന്നെ കാണാൻ വരുമ്പോൾ നീ ആള് ആകെ മാറിയിരുന്നു. നീ നിന്റേതായ ഓട്ടപ്പാച്ചില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. നീ പോലും അറിയാതെ ഒന്ന് മാറി നിന്ന് കാണും, അത്രയേ ഉള്ളൂ. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നമായി വരണ്ടെന്ന് വെച്ചു ഞാൻ മാറി നിന്നു. പക്ഷേ വീണ്ടും അബിയുടെ തിരിച്ചു വരവായിരുന്നു. ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളെന്ന് ഞാൻ അറിയുന്നത്. നിന്റെ അടുത്തേക്ക് അവൻ സംസാരിക്കാൻ വരുന്നതും നീ അവനെ അവഗണിക്കുന്നതും ഞാൻ കണ്ടു. അത് മനസ്സിലാക്കാൻ ഇടയിൽ ഞാനും വന്നിരുന്നു. ബട്ട് നീ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഒന്നും മനസ്സിലാകാതെ അബിയെ ഒരു ദിവസം ഞാൻ കാണുമ്പോൾ അവന് എന്നോട് ഒരുപാട് പുച്ഛമായിരുന്നു. ഇത്രയും വലിയ പണക്കാരനായിട്ട് പോലും അവൾക്ക് എന്നെ വേണ്ട, പിന്നെയാണോ നിന്നെയോ? അവളുടെ കുടുംബത്തെ പോയിട്ട് നിനക്ക് നിന്നെ പോലും നോക്കാനുള്ള പണമുണ്ടോ എന്നായിരുന്നു അന്ന് അവന്റെ ഈ ചോദ്യം. അന്ന് അവനിൽ നിന്നും അറിഞ്ഞു അവന് നിന്നെ ഇഷ്ടമാണെന്നും നിങ്ങൾ പ്രണയത്തിൽ ആയിരുന്നത് എല്ലാം കേട്ടപ്പോൾ ആദ്യം ഒത്തിരി സങ്കടവും ദേഷ്യവും തോന്നിയെങ്കിലും പിന്നീട് വിചാരിച്ചു അതാണ് നല്ലത് എന്നത്. അവന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ നിനക്ക് യോജിക്കില്ലെന്ന് തോന്നി. അന്ന് അതിന്റെ പേരിൽ ഒത്തിരി വഴക്കിട്ട് ഞങ്ങൾ പിരിഞ്ഞു. പിന്നീട് അവനെ കാണാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. സങ്കടമായിരുന്നു. എൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ. പിന്നെ നിന്നെ കാണാനിരിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. എങ്കിലും എനിക്കതിന് ആവാതെ ഇടയ്ക്ക് നിന്നെ നീ പോലും അറിയാതെ ദൂരെ നിന്നും ഒന്ന് കണ്ടുപോകും. പക്ഷേ അബി വന്നിരുന്നു. അവൻ മരിക്കുന്ന അന്ന് രാവിലെ. അവിടെയും ഇവിടെയും തൊടാത്ത എന്തൊക്കെയോ പറഞ്ഞു. ഇടയിൽ അയാനയെ നീ എടുത്തോ, എനിക്ക് വിധിയില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നോട് ഒത്തിരി ക്ഷമയെല്ലാം പറഞ്ഞു. എൻ്റെ അടുത്ത് നിന്നും ചായയെല്ലാം കുടിച്ച് വലിയ സന്തോഷത്തോടെയായിരുന്നു അവൻ ഇറങ്ങിയത്. അവൻ തിരിച്ചു വന്നത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം കേട്ട വാർത്തയായിരുന്നു അവൻ്റെ സംസാരത്തിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാക്കി തന്നത്.
അതും പറഞ്ഞ് സിദ്ധു കണ്ണുകൾ തുടച്ചു. അയാന എല്ലാം നിറമിയോടെ കേട്ടു നിന്നു. എന്ത് മറുപടി പറയണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ഇന്ന് നിന്റെ കല്യാണത്തിന് വന്നത് അപ്രതീക്ഷിതമായിരുന്നു. കല്യാണം വേണമെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം വല്ലാത്തൊരു വേദന തോന്നിയെങ്കിലും മുടങ്ങിയ കാര്യമറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം വീക്ഷിച്ചു നിൽക്കുമായിരുന്നു. വേണോ വേണ്ടയോ ഒരുപാട് ചിന്തിച്ചു. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വെച്ച് വന്നു. എല്ലാം നീ വന്ന അന്ന് തന്നെ പറഞ്ഞത് വേറൊന്നുമല്ല, വെയ്യ മനസ്സിൽ കൊണ്ട് നടക്കാൻ. ഉള്ളിൽ ഉള്ളതെല്ലാം ഒന്ന് തുറന്നു പറയാനോ, വേദനകളെല്ലാം പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരിയാനോ, ഒരു കൂട്ടുകാരനോ കുടുംബമോ ഇല്ലാത്തതിൻ്റെ വേദന ഉള്ളിൽ കിടന്ന് നീറുമായിരുന്നു. എൻ്റെ താലി നിന്റെ കഴുത്തിൽ വീഴുമ്പോൾ ആരെല്ലാമോ ഉണ്ട് എന്നൊരു തോന്നൽ. നിന്റെ മുമ്പിൽ ഉള്ളു തുറക്കാമെന്ന് വിചാരിച്ചു. സിദ്ധു പുറത്തേക്ക് നോക്കി അവൻ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അയാന എല്ലാം കേട്ട് മൗനത്തിലായിരുന്നു. കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല, അങ്ങനെ നിന്നു. പെട്ടെന്ന് അയാന ചായ ഗ്ലാസുകൾ എടുത്ത് അകത്തേക്ക് കയറിപ്പോയി. അവനത് അറിഞ്ഞിട്ടും ഒന്നും പറഞ്ഞില്ല. എന്തോ ആലോചിച്ച് ആ വരാന്തയിൽ ആ ചുമരിൽ ചാരിയിരുന്നു. പുറത്തേക്ക് തന്നെ മീകൾ നട്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് മുമ്പിലേക്ക് ഒരു ഗ്ലാസ് നീണ്ടു വരുന്നത്. അവൻ എന്താ എന്ന പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അയാന ഒരു പുഞ്ചിരിയോടെ ചായ ഗ്ലാസ് നീട്ടിപ്പിടിച്ചു നിൽപ്പാണ്. അത് കണ്ട് അവനൊന്ന് അത്ഭുതത്തോടെ അത് വാങ്ങി. ചായ തണുത്തുപോയി, അത് ചൂടാക്കിയെടുത്തതാ. ഇതുപോലെ ജീവിതമൊന്ന് തണുത്തു പോകുമ്പോൾ ഒന്ന് ചൂടാക്കണം. അയാന അവൾ അതും പറഞ്ഞ് വരാന്തയിലേക്കിരുന്നു. അവൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കിക്കൊണ്ട് ചായയിലേക്ക് നോക്കി. ഒന്ന് പ്രയാസപ്പെട്ട് ഉള്ളു വിങ്ങി പൊള്ളുമ്പോൾ എല്ലാം ആരോടും തുറന്നു പറയാനാവാതെ വിങ്ങിയിട്ടുണ്ട്. ഒന്ന് ഉള്ളു തുറന്നു കരയാൻ പോലും ആവാതെ എല്ലാം മനസ്സിൽ ഒതുക്കുമ്പോൾ വലിയൊരു ഭാരം മനസ്സ് ഏറ്റുവാങ്ങുമായിരുന്നു. അപ്പോൾ അതൊന്നും ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാനല്ലാതെ. കൂടെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് എൻ്റെ ഉള്ളിലെ വിഷമമെന്ന് ആരും ചോദിച്ചിട്ടില്ല, കണ്ടതുമില്ല. ഞാൻ കാണിച്ചില്ല എന്ന് പറയാം. ഒരുപാട് പേര് ഉണ്ടായിട്ടും കാര്യമില്ല. മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ മതി ജീവിതം സമാധാനത്തിലായി തീരാൻ. അത് പറഞ്ഞ് അവളൊന്ന് നിർത്തി അവനെ നോക്കി. അവനത് കേട്ട് അവളെ നോക്കി നിൽപ്പായിരുന്നു. അവളൊരു പുഞ്ചിരിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. വലിയ കൊട്ടാരത്തിൽ വളർന്നാൽ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനാവില്ല. അവിടെയും ബിസിനസ്, തിരക്ക്, സ്വത്ത്, ബന്ധം, പ്രശ്നം, അങ്ങനെ ഒരുപാടായിരിക്കും. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അത് കഷ്ടപ്പെട്ടുണ്ടാക്കി അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി ഉള്ളിലുണ്ടാവുന്ന ഒരു തൃപ്തിയുണ്ട്. ഉള്ളിലൊതുക്കി ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അത് എവിടെയും കിട്ടില്ല. ഒരു പ്രശ്നം തീരുമ്പോഴേക്ക് അടുത്ത പ്രശ്നം, അങ്ങനെ ജീവിതത്തിൽ പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു കരുത്ത് നൽകും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ. എങ്ങനെയെല്ലാം അത് സംഭവിച്ചാലും ദൈവം ഒരു ദിവസം നമ്മുടെ പ്രാർത്ഥനയും സ്വീകരിക്കുമെന്ന വിശ്വാസമാണ് എല്ലാവർക്കും. അങ്ങനെ ഒരു വിശ്വാസമില്ലെങ്കിൽ എന്നോ എല്ലാവരും ആത്മഹത്യയെ തേടിപ്പോയിരിക്കും. തീർച്ചയായും ഒരു സങ്കടത്തിനൊടുവിൽ ഒരു സന്തോഷം വന്നു ചേരും. പക്ഷേ ആ സന്തോഷം എത്ര നാൾ നിലനിൽക്കുമെന്നതാണ് അറിയാത്തത്. അയാന അവൾ അത്രയും പറഞ്ഞ് അവനെ നോക്കി. ജീവിതം കൊണ്ട് നീ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അല്ലേ? ഒന്ന് തളർന്നു പോകുമ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ലത് തളർന്നു പോകും. ഒരു കൂട്ടുകാരൻ പോലും എനിക്കില്ല അയാന. പെയിന്റ് ജോലിക്ക് പോകും, പെയിന്റ് അടിക്കും. അതിനപ്പുറം ഒപ്പം പണിക്ക് വരുന്നവരോട് പോലും എനിക്ക് കൂട്ടുകാരായി ആരുമില്ല. ചില നേരത്ത് നമ്മൾ കിട്ടില്ല എന്നറിഞ്ഞിട്ടും ആഗ്രഹിച്ചു പോകും ഒരു അമ്മയുടെ തലോടൽ, അച്ഛൻ്റെ കരുതൽ, സഹോദരൻ്റെ കൂടെയുള്ള വഴക്ക്, സഹോദരിയെ ഒരു ഏട്ടനെ പോലെ സംരക്ഷിക്കാനെല്ലാം. അങ്ങനെ എത്രയോ റോളുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഞാൻ. പക്ഷേ സംഭവിച്ചതൊന്നും അതല്ലല്ലോ സിദ്ധു. അത് കേട്ടതും അയാന അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ നിറമിഴിയോടെ അവളെ നോക്കി. എൻ്റെ മടിയിലേക്ക് തല വെച്ച് കിടന്നോ, ഒരു അമ്മയെപ്പോലെ ഞാൻ തലോടാം. അയാന
അത് കേട്ട് അവനൊന്ന് ഞെട്ടി. മടിയിലേക്ക് കിടന്നോളൂ. എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് ആ തലോടൽ കിട്ടുമ്പോൾ എത്രത്തോളം എൻ്റെ വേദന കുറയുമെന്ന് എനിക്ക് നന്നായി അറിയാം അയാന. അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവളെ ഒന്ന് നോക്കി പതിയെ അവളുടെ മടിയിലേക്ക് കിടന്നതും അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുടിയിലൂടെ തലോടുമ്പോൾ അവന് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇത്രയും പെട്ടെന്ന് നീ എന്നെ അംഗീകരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ആർക്കും ആരെയും അംഗീകരിക്കാനാകും, അതിന് സ്വയം ഒന്നൊരുങ്ങണം. ഒരു വ്യക്തിയെ കേട്ടിരുന്ന് അവരുടെ വിഷമങ്ങളിൽ കൂടെ നിൽക്കണം. അവിടെയാണ് മനുഷ്യ സ്നേഹം വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് സാഹചര്യം നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ നിന്റെ വേദന എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനാകുന്നുണ്ട്. എല്ലാവർക്കും അത് കഴിഞ്ഞെന്ന് വരില്ല. സിദ്ധു അബി, നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ബന്ധമോ നീ എന്നെ പ്രണയിച്ചോ ഇതിന് എനിക്കറിയില്ല. പക്ഷേ നിന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നിന്റെ മനസ്സും അയാന. അത് കേട്ടതും അവൻ പെട്ടെന്ന് എണ്ണീറ്റിരുന്നു. എനിക്ക് നിന്നോട് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം തോന്നുവാടോ. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ സംസാരിക്കാൻ? ഒന്ന് ചേർത്ത് പിടിച്ചോട്ടെ. ഞാൻ എൻ്റെ ഭാര്യയായും അമ്മയായും കുഞ്ഞായും സഹോദരിയായി എല്ലാം. സിദ്ധു. അവനത് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ച ഒരു നിമിഷമാണ് ഇപ്പോൾ നടക്കുന്നത്. നിറഞ്ഞൊഴുകുന്ന കണ്ണിൽ സന്തോഷത്തിൻ്റെ തിരി കത്തുമായിരുന്നു. ചുണ്ടിൽ നിറപുഞ്ചിരിയും ഉണ്ടായിരുന്നു. തുടരും.